ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഇൻഡസ് വാലിയുടെ ഒരു കുക്ക് വെയർ സെറ്റാണ്. അപ്പോൾ ഇതുപോലെയുള്ള കോംബോ സെറ്റുകൾ നമുക്ക് ഈ ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയും അതുപോലെ തന്നെ അയേണിൻ്റെയൊക്കെ കോംബോ സെറ്റുകൾ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോഴുള്ളൊരു പ്രത്യേകത, 3 എണ്ണം ഒന്നിച്ചല്ലേ, അപ്പോൾ അതിൻ്റേതായ വിലക്കുറവിലാണ് നമ്മൾക്ക് തരണത്. ഓരോന്നായിട്ട് മേടിക്കുമ്പോൾ ഇതിൻ്റെ വില 3നും വില കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടമാണ് വരുന്നത്. ഒരു 4 പേരുള്ള ഒരു ഫാമിലിക്കൊക്കെ ഈ ഒരു 3 പാത്രം ഉണ്ടെങ്കിൽ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കുള്ള ഒരു താങ്ക്സ് കാർഡും പിന്നെ ഇവരുടെ കാസ്റ്റ് അയൺ സ്റ്റീലിൻ്റെ പല പ്രൊഡക്ട്സിൻ്റെയൊക്കെ പിക്ചറുകളും അതൊക്കെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ടർബോ കുക്ക് 3 പീസ് ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്ക് വെയർ കോംബോയാണ്. കടായി, ഫ്രൈ പാൻ, സോസ് പാൻ. ഇതിൻ്റെ കപ്പാസിറ്റി കൊടുത്തേക്കുന്നത് 2.2 ലിറ്റർ കടായിയുടെ ഒരു കപ്പാസിറ്റി, 1.4 ലിറ്റർ ഫ്രൈ പാൻ്റെ കപ്പാസിറ്റി, 1.2 ലിറ്റർ മിൽക്ക് പാൻ അല്ലെന്നുണ്ടെങ്കിൽ സോസ് പാൻ്റെ കപ്പാസിറ്റി. പിന്നെ ഇതിൻ്റെ ആ ഒരു സെൻറ്റിമീറ്റർ കണക്ക് പറയേണ്ടിയിരുന്നുണ്ടെങ്കിൽ കടായിയും ഫ്രൈ പാനും 22 സെൻറ്റിമീറ്റേഴ്സും ഈ ഒരു സോസ് പാൻ 14 സെൻറ്റിമീറ്ററുമാണ്. അതുപോലെ ഇൻഡസ് വാലി പാത്രങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഹാൻഡിലുകളൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. എറിഞ്ഞ് കളഞ്ഞാൽ പോലും ഹാൻഡിലൊന്നും ഇളകി പോകില്ല. നമ്മളുടെ കിച്ചണിൽ എപ്പോഴും ഹാൻഡിൽ ഇളകിയ പാത്രങ്ങൾ വിട്ടുപോയി ഹാൻഡിൽ ഇല്ലാതെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ അത് ഒരിക്കലും സംഭവിക്കില്ല. നമ്മളുടെ ലൈഫ് ടൈം ഈ സംഭവം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സർജിക്കൽ ഗ്രേഡുള്ള സ്റ്റീലിലാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഹെൽത്തി മെറ്റീരിയൽസ് മാത്രമാണ് ഇൻഡസ് വാലി യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ കെമിക്കൽ കോട്ടിംഗ് ഇല്ല എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ടോക്സിൻ ഫ്രീ ആണ്, 100% ഫുഡ് സേഫാണ്. കുഞ്ഞ് പിള്ളേരുള്ള വീടുകളിൽ ഇത് നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാം. ലോങ് ലാസ്റ്റിംഗ് ആണ്. ക്ലീൻ ചെയ്യാനായിട്ട് ഇത് വളരെ ഈസിയാണ്. നമ്മൾ ഏതൊരു പാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്നതിനാലും പെട്ടെന്ന് തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കുറഞ്ഞ് കിട്ടും. ഫാസ്റ്റായിട്ടുള്ളൊരു ഈ ചൂട് നിലനിൽക്കാനായിട്ട് ഒരു പ്രത്യേകത 3 ലെയർ ആയതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ആ ഒരു അലുമിനിയം കോറിൽ ചൂട് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏത് ടൈപ്പ് സ്റ്റൗവും നമുക്ക് യൂസ് ചെയ്യാം, ഇൻഡക്ഷനിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സമ്മർ ഡീലൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ ഓഫറുകൾ നിങ്ങൾക്ക് കിട്ടും. കൂടാതെ ഇപ്പം ഞാൻ എഴുതി കാണിക്കുന്ന ഈ ഗ്ലാഡിസ് എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 12% എക്സ്ട്രാ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ കൂപ്പൺ കോഡ് കൂടി യൂസ് ചെയ്യുക, എന്നാലാണ് ആ പൈസ കുറവ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഇവരുടെ സൈറ്റിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വെറുതെ എങ്കിലും കയറി ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കി. ഇപ്പോൾ കുറേ പുതിയ പ്രൊഡക്ട്സുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കാർട്ടിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പൈസ കയ്യിൽ വരുന്നതനുസരിച്ചിട്ട് നമുക്ക് മേടിക്കാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മളുടെ വീട്ടിലെ ഹെൽത്ത് നോക്കേണ്ടത് വീട്ടമ്മമാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് മുൻകൈ എടുത്ത് എന്ത് കാര്യങ്ങളും ഇതുപോലെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. അപ്പോൾ പാത്രങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻസിൽ പറയുക. ഏതായാലും നമ്മൾ കുക്കിങ്ങിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിയും കറികളും ഒരു ചായയും മാത്രമാണ് രാവിലത്തേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ സോസ് പാൻ സാധാരണ എല്ലാവരും തന്നെ ചായ, കാപ്പി, പാലിന് വേണ്ടി മാത്രമാണ് സാധാരണ ഉപയോഗിച്ച് കാണുന്നത്. പക്ഷേ അതിനകത്ത് നമ്മൾക്ക് കറികൾ വെക്കാം, ചാറ് കറികൾ വെക്കാം, പിന്നെ റൈസ് വറ്റിച്ചെടുക്കുക, റൈസ് വേവിച്ച് ഊറ്റിയെടുക്കുക. നമുക്കതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ബിരിയാണി വരെ വെക്കാം. കാരണം ആ ഒരു ബിരിയാണി പോട്ടിൻ്റെ അതേ ഷേപ്പ് തന്നെയാണ് അതിനുള്ളത്. ഒരു ഹാൻഡിൽ മാത്രം, ഒരു നീളത്തിലുള്ളൊരു ഹാൻഡിൽ, ബിരിയാണി പോട്ടിന് 2 കുഞ്ഞ് ഹാൻഡിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കും ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ കിച്ചണിൽ നമുക്ക് ഒരുപാട് ഉപയോഗം ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇതിനകത്തൊരു റൈസ് വേവിച്ചിട്ട് കടായിൽ കുറച്ച് വെജിറ്റബിൾസും കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഫ്രൈഡ് റൈസ് പോലെ ആക്കിയെടുക്കാനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇപ്പോൾ ഈ ഒരൊറ്റ ഹാൻഡിലുള്ള പാത്രത്തിലൊക്കെ നമുക്ക് വേഗം നമുക്ക് കൈ പൊള്ളാതെയൊക്കെ ചെയ്യാൻ സാധിക്കും. ഞാൻ സാധാരണ ചെയ്യണത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ചാറും കറികളും ഒക്കെ അതിനകത്ത് ഞാൻ വെക്കണത് നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ ഈ ഒരു
സോസ് പാൻ എന്ന് പറയുമ്പോൾ അതിന് മാത്രമല്ലേ പറ്റുള്ളൂ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കണ്ട. അപ്പോൾ ഇന്ന് ആദ്യം ഞാൻ ചെയ്യണതില്ലേ ഒരു പനീർ കറിയാണ്. അത് നമ്മുടെ നാടൻ രീതിക്കുള്ള ഒരു പനീർ കറി. അപ്പോൾ ആദ്യം ഞാൻ ഇത്തിരി സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇത്തിരി നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് പട്ട, കറയമ്പ്, ഏലക്ക വളരെ കുറച്ച് മാത്രം ഇട്ടിട്ടുണ്ട്, ചെറിയൊരു ഫ്ലേവർ മാത്രം. പിന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ ഇടാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ നോക്കിയിട്ട് കണ്ടില്ല, അപ്പോൾ ഞാൻ ഇട്ടില്ല. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് സവാള അരിഞ്ഞത് ഇട്ടിട്ട്, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അതൊന്ന് നിറം മാറി വരുന്ന സമയത്ത് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എപ്പോഴും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഈ ഇത് പനീർ മസാല ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഏതായാലും പപ്പക്ക് കഴിക്കാനുള്ളതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. പപ്പക്ക് ആ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് നാടൻ രീതിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ഒരു പാക്കറ്റ് പനീറാണ് എടുത്തേക്കണം. അപ്പോൾ നമ്മൾ നേരെ ഉപ്പിട്ട് അതിനൊന്ന് വഴറ്റി കളർ മാറിയപ്പോഴത്തേക്കും വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും ഒരു പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്ത് അത് ഒന്ന് പതിയൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു വലിയ തക്കാളി പഴുത്തത് അതും കൂടി ഇട്ട് കൊടുത്ത്, എന്നിട്ട് പിന്നെ അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ഉടച്ചെടുക്കുക തക്കാളി. എന്നിട്ട് പിന്നെ അതിനകത്തേക്കാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ ഈ മുട്ടക്കറിയൊക്കെ ചെയ്യണ പോലത്തെ പൊടികൾ തന്നെയാണ് ചേർക്കണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് മുളക് പൊടി ഞാൻ എല്ലാം കുറച്ചാണ്, എനിക്ക് എരിവ് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് എരിവെള്ള വേണ്ട ആളുകൾക്ക് ഇത്തിരി എരിവെള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ചേർത്തത്. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല കുറച്ച്, പിന്നെ അതേ മല്ലിപ്പൊടിയാണ് 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് പുളിയില്ലാത്ത തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ പുളിയില്ലാത്ത തൈര് മാത്രം ഒഴിച്ചിട്ട് ഇത്തിരി വെള്ളവും കൂടി ചേർത്തൊന്ന് ലൂസാക്കി എടുക്കുക. ഇപ്പം എൻ്റെ കയ്യിൽ ഇത്തിരി ഫ്രഷ് ക്രീം ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഫ്രഷ് ക്രീം ഇട്ടിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് പതിയെ ഒന്ന് ലൂസാക്കി എടുത്തിട്ട് പിന്നെ ഞാൻ അതിൻ്റെ മീതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ചേക്കുന്ന പനീറും കൂടി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യണത് കേട്ടോ. അപ്പോൾ പനീർ നിങ്ങൾ ഫ്രൈ ചെയ്തൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എനിക്കത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് പനീർ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്ത് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഫ്രൈ ചെയ്തെടുക്കും. ഞാൻ പച്ചയോട് കൂടി തന്നെ ചേർക്കണം, എനിക്കതിനൊരു കുഴപ്പം തോന്നാറില്ല. അപ്പോൾ നമ്മൾ ഫ്രഷ് ക്രീം ഇട്ടിട്ടുണ്ട്. ഫ്രഷ് ക്രീം ഇടണമെന്ന് ഒരു നിർബന്ധമില്ല, പുളിയില്ലാത്ത തൈരിട്ടാൽ മതി. അപ്പോൾ പുളിയില്ലാത്ത തൈരാകുമ്പോൾ ആദ്യം തന്നെ പുളിയില്ലാത്ത തൈരിട്ടിട്ട് പിന്നെ അതിനെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഗ്രേവി ലൂസാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇത് ഇട്ട് കുറച്ച് നേരം ഒന്ന് തിളച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക്, പനീറിന് ഒരുപാട് വേവൊന്നുമില്ല, ഒരു 5 മിനിറ്റ് വെന്താൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് മല്ലിയില ഇടുന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് നമ്മൾ വേറെ ഒരു സാധനങ്ങളും ചെറിയ ജീരകം ഒക്കെ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ചേർക്കുമ്പോൾ അങ്ങനെ ഇടുക, അത് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. കാരണം പപ്പക്ക് ഒട്ടും ഇഷ്ടമല്ല, ചെറിയ ജീരകമൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചേർക്കാതെ നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. നമ്മൾ മുട്ടക്കറിയൊക്കെ വെക്കണ പോലെയൊക്കെ തന്നെ കേട്ടോ. പക്ഷേ മുട്ടക്കറിയിൽ ഞാൻ കുരുമുളക് പൊടി ചേർക്കില്ല, ഇതിനകത്ത് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതവിടെ മാറ്റി വെച്ച് അതിന് ശേഷം നമ്മളുടെ ഫ്രൈ പാനിൽ ഞാനൊരു ക്യാരറ്റ്, ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ട് ഒരു മെഴുക്ക് പുരട്ടിയും കൂടിയിട്ട് ഉണ്ടാക്കി വെച്ച്. അപ്പോൾ ഏതായാലും നമുക്ക് ഫ്രൈ പാനിൽ കൂടി നമ്മളൊരു കറി എന്തെങ്കിലും ഒരു മെഴുക്ക് പുരട്ടിയും കൂടി ഉണ്ടാക്കിയൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഇനി അഥവാ നമ്മുടെ പനീർ പപ്പ കഴിച്ചില്ലെങ്കിൽ ഇതും കൂട്ടിയിട്ട് കഴിക്കാമല്ല ചപ്പാത്തി. അപ്പോൾ ചപ്പാത്തി നമ്മൾ ഏറ്റവും ആദ്യം തന്നെ കുഴച്ച് വെച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് അതവിടെ ഇരുന്നോട്ടെ. കറികൾ എല്ലാം റെഡിയായതിന് ശേഷമാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ നിൽക്കുക. എപ്പോഴും ഞാൻ നേരത്തെയും പറയും, ചപ്പാത്തി നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ കറി ഇല്ലാതെ ആയിപ്പോവും. അപ്പോൾ ആദ്യം കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ 1-2 ചപ്പാത്തി നമുക്ക് വേഗം ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം നേരത്തെയൊക്കെ ഞാൻ എപ്പോഴും വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോൾ കുറേ പേര് പറയും, എനിക്ക് നേരെ തിരിച്ചറിഞ്ഞ് ഞാൻ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതാണ് നല്ലത്, ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യണേന്നൊക്കെ കമൻസിൽ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ഇനിയും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം കറികൾ റെഡിയാക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ പുതിയ ഫ്രൈ പാനിലേക്ക്, അപ്പോൾ ഈ ഫ്രൈ പാനിൻ്റെ ചുറ്റും ഒരു ഗാലറി പോലെ എനിക്ക് എപ്പോഴും തോന്നും കേട്ടോ. ഇതുപോലത്തെ ഫ്രൈ പാൻ എൻ്റെ കയ്യിലുണ്ട്, ഇതിൻ്റെ കുറച്ചും കൂടി ചെറുതാണെന്ന് മാത്രം. ഒരു ഗാലറി പോലെയാണ് ഇരിക്കുന്നത്, നടുവശത്ത് ഗ്രൗണ്ടും ചുറ്റും ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ നടുവശത്തേക്ക് ഇങ്ങനെ ഒതുങ്ങി വന്നേക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ മൊരിച്ചെടുക്കുന്നത്. എന്നിട്ട്
അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നടുക്കൊരിത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കണത്. കാരണം അതൊന്ന് ക്യാരറ്റൊക്കെ വേകണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി നേരം വേണം. പിന്നെ നല്ല മൊരിച്ച് വെള്ളമില്ലാതെ ഇങ്ങനെ ഒരു ഫ്രൈ ആക്കിയ പോലെ എടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കണ്ട. അത് ഇടക്കിടക്ക് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, പിന്നെയും മൂടി വെച്ച് വേവിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അടിവശത്തൊക്കെ കരിഞ്ഞു പിടിക്കുക. ഇളക്കി മറിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചത്. അതുകൊണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ചപ്പാത്തിക്ക് ഒരു ചെറിയ ഒരു നനവ് പോലെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് അപ്പോൾ അതേ വെള്ളം ഒഴിച്ചിട്ട് അതിനി മൂടി വെച്ച് കഴിഞ്ഞാൽ ഇനി അത് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. വെന്തെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് വന്നിട്ട് ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി ഡ്രൈ ആയിട്ട് ആവശ്യക്കാർക്ക് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ കറികളുടെ രണ്ടിൻ്റെ കാര്യം കഴിഞ്ഞ്. അപ്പോൾ ഇത് ഭയങ്കര ചൂട് നിൽക്കുന്ന പാത്രം ഇതുകൊണ്ട് തന്നെ നമ്മൾ ഒരുവിധം ചാറ് ആക്കി നമുക്ക് അത്യാവശ്യം ചാറ് ആവശ്യത്തിനായി എന്ന് തോന്നുമ്പോൾ നമ്മളത് ഓഫ് ചെയ്താലും ഇരുന്നിട്ട് നല്ല തിക്കായിട്ടേ വരുള്ളൂ. കാരണം അതിൻ്റെ ആ ചൂടിരുന്നിട്ട് അത് നല്ലതായിട്ട് തന്നെ ഒന്നുകൂടി ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടതിനേലും കുറച്ചുകൂടി ലൂസായിട്ട് കറി എടുത്ത് വെച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ചൂടടങ്ങുമ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ച ആ ഒരു കറിയുടെ ഗ്രേവി ലൂസായിട്ട് കിട്ടുള്ളൂ കേട്ടോ. എപ്പോഴും അങ്ങനെ ഓർക്കുക. പിന്നെ ഞാൻ ഈ ഇൻഡസ് വാലിയുടെ ഈ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല, പാത്രം പിടിക്കുന്ന ആ സംഭവം ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. പാത്രം പിടിക്കുന്ന സംഭവം ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് പുട്ടുകുത്താൻ വേണ്ടി മാത്രമാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രം നല്ല വെയിറ്റാണ്, അതിൽ നമ്മളിങ്ങനെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ എത്ര പ്രാവശ്യം നമ്മളിട്ട് ഇളക്കി മറിച്ചാലും പാത്രം മറിഞ്ഞൊന്നും പോകില്ല. പാത്രം നമ്മൾക്ക് വെയിറ്റ് ഇല്ലാത്ത പാത്രങ്ങളാകുമ്പോഴാണ് നമ്മൾ ഈ പാത്രം പിടിക്കുന്ന ആ സംഭവം വെച്ചിട്ട് പിടിച്ചിട്ട് ഇളക്കേണ്ടി വരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ തടത്തുണി ഉപയോഗിച്ചിട്ട് പിടിച്ചിട്ട് ഇളക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് ഒരു പ്രത്യേകതയാണ്. അത് ഞാൻ ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. ഒരു ദിവസമാണ് എൻ്റെ ശ്രദ്ധയിലത് പെട്ടത്. കാരണം ഈ ഒരു പാത്രം പിടിക്കുന്ന ഇത് ഞാൻ ഉപയോഗിക്കുന്നേ ഇല്ലല്ല എന്ന് ഞാൻ അപ്പോഴാണ് ചിന്തിച്ചത്. എപ്പോഴും ഈ പുട്ടുകുത്താൻ വേണ്ടി മാത്രമാണ് ആ സാധനം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥമാണ് ഈ പാത്രത്തിൻ്റെ വെയിറ്റ് കൊണ്ടാണ് നമുക്കത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, മറിഞ്ഞു വീഴില്ല, പാത്രം ഇളകൂല കിടന്നിട്ട്. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഇനി കറികൾ രണ്ടും ഞാനങ്ങോട്ട് മാറ്റി വെച്ച് അതിനുശേഷം ചപ്പാത്തി ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 കപ്പ് പൊടിയാണ് എടുത്തത്. 2 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം, പിന്നെ ഒരു ഉപ്പ് വളരെ കുറച്ച് മതി, ഒരു നുള്ളുപ്പ് പോലും വേണ്ട ശരിക്കും. പിന്നെ അതിനകത്ത് നമ്മൾ എണ്ണ ചേർക്കുന്നത് ഞാൻ ഏറ്റവും അവസാന സമയത്താണ്. ആ വെള്ളം ഒഴിച്ച് അതിങ്ങനെ കുഴച്ച് ഏറ്റവും അവസാനം യോജിച്ച് വരുന്ന സമയത്താണ് എണ്ണ ഒരിത്തിരി എന്തെങ്കിലും എണ്ണ ഉപയോഗിച്ചിട്ട് അത് എടുത്ത് ഒരുവിധം കുഴച്ച് എണ്ണ അങ്ങോട്ട് ആയി കഴിയുമ്പോഴേക്കും എല്ലാ ചുറ്റും നിന്നുള്ളതും വിട്ടു പോരും. അതാണ് ഏറ്റവും അവസാനം അത് ഞാൻ ചേർക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക് എളുപ്പത്തിൽ. പാത്രത്തിൻ്റെ അരികുകൾ നമ്മുടെ കയ്യിൽ കൊള്ളുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഈസിയായിട്ട് കുഴക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ അരികുകളൊന്നും നമ്മുടെ കയ്യിൽ തട്ടാതെ നമുക്ക് തേച്ച് ഇങ്ങനെ കൂട്ടി പിന്നെയും വലിച്ചെടുത്ത് തേച്ച് കൂട്ടി അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴാണ് ചപ്പാത്തി സോഫ്റ്റ് ആയിട്ടിരിക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തി ചുടുമ്പോൾ ഒരുപാട് വേവിച്ച് കളയരുത്. ചപ്പാത്തിക്ക് ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ അത് പെട്ടെന്ന് എടുത്ത് മാറ്റുക. അപ്പോഴാണ് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. ഞാൻ സാധാരണ റൂം ടെമ്പറേച്ചർ വെള്ളത്തിൽ തന്നെയാണ് കുഴക്കണത്. ചെറിയ ചൂടുവെള്ളമൊന്നും ഞാൻ എടുക്കാറില്ല. സാധാരണ പോലെ തന്നെ അങ്ങോട്ട് കുഴക്കുകയും ചെയ്യണത്. അങ്ങനെ നമ്മുടെ അവസാനത്തെ ചപ്പാത്തി ചുട്ടു മാറ്റി. ഇനി നമ്മൾ നമ്മുടെ പുതിയ സോസ് പാനിൽ ഒരു ചായ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ 3 പാത്രം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ രാവിലെ നമ്മൾ കാപ്പിയാണ് സാധാരണ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ ഒരു പാൽച്ചായ, ചില സമയത്ത് എനിക്ക് പാൽച്ചായയൊക്കെ കാലത്ത് കുടിക്കാനൊക്കെ തോന്നണം, ഞാൻ പറയാറില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും ഒരു പാൽച്ചായ എനിക്കും പപ്പക്കും വേണ്ടി മാത്രമാണ്. കാരണം റിച്ചാർഡ് പോയി കഴിഞ്ഞ്, റിച്ചാർഡ് പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇത് പാചകത്തിന് വേണ്ടിയിട്ടൊക്കെ നിന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഒരിത്തിരി പഞ്ചസാരയും ചായപ്പൊടിയും കൂടി ഇട്ടിട്ട് അങ്ങനെ അതോടെ വെച്ച് ചായയും തിളച്ച് നമ്മളുടെ ഇന്നത്തെ 3 പാത്രം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ചായ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചതിന് ശേഷം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്, നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നമ്മൾ ചപ്പാത്തി ചുട്ടതും ഇൻഡസ് വാലിയുടെ നല്ല വലിയൊരു തവയിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദോശ ചുടാനായിട്ട് ഏത് തവയാണ് ഏറ്റവും നല്ലതെന്ന്. ഒരുപാട് വലിയ തവയെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡുകളൊക്കെ മൊരിഞ്ഞ് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുവിധം ഇടത്തരം വലിപ്പമുള്ള ഒരു മീഡിയം സൈസിലുള്ള തവയായിരിക്കുള്ളൂ നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് ബ്രാൻഡാണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളപ്പോൾ ഈ ബ്രാൻഡ് ഉള്ളതും ബ്രാൻഡ് ഇല്ലാത്തതുമായ
പാത്രങ്ങളൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ ബ്രാൻഡില്ലാത്ത പാത്രം എന്ന് പറയുമ്പോൾ ഇത്തിരി ചീപ്പായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഈ ബ്രാൻഡുള്ള പാത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ISO സർട്ടിഫൈഡ് ആണ്. അതാണ് പ്രത്യേകത. കാരണം ISO സർട്ടിഫൈഡ് ആകണമെന്നുണ്ടെങ്കിൽ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള മെറ്റീരിയൽസിന് മാത്രമേ അത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് ബ്രാൻഡഡ് കുറച്ച് പൈസ പോയാലും നമ്മളത് മേടിക്കണം എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ പറയുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ സാധാരണ കടകളിൽ നിന്ന് ചീപ്പായിട്ടുള്ള ഇതേ രൂപത്തിലുള്ള പാത്രങ്ങൾ ചീപ്പായിട്ട് കിട്ടും. പക്ഷേ അതിൻ്റെ ഗുണമേന്മയും ടോക്സിൻ ഫ്രീ ആണോ ഇതൊന്നും നമുക്കറിയാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു വ്യത്യാസമുണ്ട്. അതൊന്നും ആരും ശ്രദ്ധിക്കാതെ വിടുന്ന കാര്യങ്ങളാണ് കേട്ടോ. പാത്രത്തിൻ്റെ ഷേപ്പ് മതി ആളുകൾക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും തന്നെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നമ്മളുടെ കറികളൊക്കെ റെഡിയായി ഒരുവിധം തണുത്തിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് രണ്ടും എടുത്ത്. എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇഷ്ടമാണ്. പനീറിൻ്റെ എന്ത് ഡിഷസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മെഴുക്ക് പുരട്ടിയും അതും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ട് ഞാനിത് രണ്ടും എടുത്ത് രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പപ്പക്ക് പനീർ വളരെ കുറച്ചും ഉരുളക്കിഴങ്ങ് കറി കൂടുതലാണ് കൊടുത്തത്. കാരണം പപ്പക്ക് പനീർ അത്ര ഇഷ്ടമല്ലെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഈ പനീർ മേടിച്ച് വെച്ചിട്ടേ കുറേയധികം നാളായി. അപ്പോൾ ഏതായാലും പുതിയ കടായിൽ നമുക്ക് പനീർ കറി തന്നെ ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായി. പിന്നെ ഒരു ചായയും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ സന്തോഷമായി. സാധാരണ ഞാൻ രാവിലെ വെറുതെ വെള്ളം ചേർത്തിട്ട് വെള്ളവും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ കാപ്പിയൊന്നും ഞാൻ കഴിക്കാറില്ല. അപ്പോൾ ഇല്ലേ, ഇന്നത്തെ വീഡിയോ ഈ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ തലേ ദിവസത്തെ, അതായത് ഇപ്പോൾ ട്യൂസ്ഡേയിലത്തെ വീഡിയോയാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. രാവിലെ മുതൽ എനിക്ക് എൻ്റെ അസുഖങ്ങളൊക്കെ മാറി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ഇല്ലേ, അന്ന് രാവിലെ തുടങ്ങിയിട്ട് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ ഈ പറഞ്ഞ പോലെ പതിവ് പോലെ തന്നെ എഴുന്നേറ്റ് ഈ പാല് കാച്ചണം, കാപ്പി ഇടണം, ചോറ് ബാക്കിയുള്ളത് ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയിട്ട് നമ്മുടെ വോയിസ് ഓവർ കൊടുക്കുക, വീഡിയോ കയറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ചൊവ്വാഴ്ച ഇട്ട വീഡിയോ ഉണ്ടല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം അതാണ് ആ ഇട്ട വീഡിയോൻ്റെ അന്ന് ചെയ്ത കാര്യങ്ങളാണിത്. അപ്പോൾ ആ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ടാണ് ഈ പാല് കാച്ചൽ. ഇത് കഴിഞ്ഞിട്ട് പോയിട്ടാണ് ആ വീഡിയോൻ്റെ വോയിസ് ഓവറൊക്കെ കൊടുത്ത് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇന്നില്ലേ ഞാൻ വിചാരിച്ച് ഇന്ന് ഇത്തിരി ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ കയ്യിലെ പൊടികളൊക്കെ തീർന്നിരിക്കണേണ്. പൊടികളൊക്കെ ഞാൻ ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും എത്താനായിട്ട് ഒരു ദിവസം കൂടി വൈകിപ്പോയി. സാധാരണ ഇന്ന് ഓർഡർ ചെയ്ത് നാളെ എത്തണതാണ്. ഇതിപ്പോൾ 2 ദിവസം വൈകിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഡ്രസ്സുകൾ ഓർഡർ ചെയ്തിട്ട് അതും ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അത് ഇപ്പം ഏകദേശം ഒരു 2 ആഴ്ച മുൻപ് 2 ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തത് ഒരു 10 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. 10 ദിവസം നല്ല ഡ്രസ്സായിരുന്നു രണ്ടും. കാരണം വില ഞാൻ എപ്പോഴും പറയില്ല, വില കുറവ് കിടക്കുമ്പോഴാണ് ഞാൻ വേഗം പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ 2 ആഴ്ച വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവരത് ക്യാൻസൽ ചെയ്തത് എനിക്ക് ഡ്രസ്സ് തന്നില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ ആ ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ ഇരട്ടി വിലക്കാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും ഡ്രസ്സ് വന്നിട്ടില്ല. ഞാൻ ഓർഡർ ചെയ്തിട്ട് അധികം ദിവസമായി, അങ്ങനെ ഇത്തിരി താമസം വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനില്ലേ ഈ ആശീർവാദ് ഗോതമ്പൊടി 1 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ പൊടി യോജിപ്പിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിൽ യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ആശീർവാദിൻ്റെ ഗോതമ്പൊടിയും 1 കപ്പ് ചോറും, ഏത് കളർ ചോറ് വേണമെങ്കിലും എടുക്കാം, ചുമപ്പരിയ ചോറ്, വെന്ത ചോറ്. അപ്പോൾ അത് ഇത്തിരി ഉപ്പും ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയെടുത്ത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു മിക്സിംഗ് ബൗളിലെല്ലാം കൂടി ചേർത്ത് ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കോരി ഇട്ടിട്ട് നമുക്ക് കറക്കിയെടുക്കാം. അപ്പോൾ ഈ ജാറിൽ പകുതിയിൽ താഴെ പാടുള്ളൂ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഇത് കട്ട പോലെ ആയിപ്പോവും. അപ്പോൾ ഞാൻ ഈ പൾസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് കട്ട പോലെ ആകൂല. അപ്പോൾ 10 പൾസിങ് ചെയ്തപ്പോഴത്തേക്കും അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്കത് കട്ട പോലെ ആയിപ്പോയെങ്കിൽ കുറച്ച് ഗോതമ്പൊടി അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് കുലുക്കിയിട്ട് വീണ്ടും ഒറ്റ പൾസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി അഥവാ നിങ്ങൾക്ക് അത് വിചാരിച്ച പോലെ നനഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഇത്തിരിയും കൂടി ചോറ് ആഡ് ചെയ്തിട്ട് ഒന്ന് കറക്കിയാൽ പെർഫെക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നല്ല പെർഫെക്റ്റായിട്ട് നിമിഷ നേരം കൊണ്ട് ഗോതമ്പ് കിട്ടും. നമ്മൾ സാധാരണ ഗോതമ്പൊടി വെള്ളം കൂടി ചേർത്തിട്ട് നനച്ചെടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, ടേസ്റ്റും കാര്യമായിട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഈ ചോറ് ചേർത്തൊക്കെ ചെയ്യുമ്പോൾ
ഷുഗറുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങളങ്ങനെ ചെയ്യേണ്ട. അല്ലാത്തവർക്ക് ഇതുപോലെ ചോറ് ചേർത്ത് ചെയ്യുക. ഷുഗറുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ജാറിൽ പതിയെ കറക്കി, അതായത് പൾസ് ചെയ്തെടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈസി ഗോതമ്പ് പുട്ട്, കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ചിങ്ങമ്പഴം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, പച്ചക്കായ പോലെയുള്ളത്, അത് പഴുത്ത് വന്നത് ഇപ്പോഴാണേ, ചൊവ്വാഴ്ച. അപ്പോൾ നമ്മൾ ഞായറാഴ്ച മേടിച്ചത് ചൊവ്വാഴ്ചയാണ് പഴുത്തേക്കണത്. അപ്പോൾ അത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയത്. പക്ഷേ റിച്ചാർഡ് ഇല്ലാതെ ഇപ്പോൾ റിച്ചാർഡിന് സൺഡേ മാത്രമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് എനിക്കൊരു സങ്കടം വന്നത്. അവന് ഇട ദിവസങ്ങളിൽ അങ്ങനെ കഴിച്ചിട്ട് പോകില്ല, പാല് കുടിച്ചിട്ടാണ് പോണത്. അപ്പോൾ അങ്ങനെ അത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്ത്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് പാചകം ഉച്ചയ്ക്കില്ല. തലേദിവസം നമ്മൾ ബിരിയാണി വെച്ചത് കണ്ടല്ലോ, ബിരിയാണി ഉണ്ട് എനിക്ക് കഴിക്കാനായിട്ട്. പിന്നെ റിച്ചാണ് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ട്. അവൻ വൈകുന്നേരമല്ലേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മേടിച്ച് കഴിക്കുമെന്ന് എനിക്കറിയാം. ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കുകയും ചെയ്യട്ടെ. അതുകൊണ്ട് വേറൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. പിന്നെ പപ്പക്കുള്ള ചോറുണ്ട്, കറി തലേദിവസത്ത് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൂടി ഒന്ന് അന്നത്തെ ദിവസം ഞാൻ ഇത്തിരി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ 2 മുട്ട എടുത്ത് അവിടെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട ഒന്ന് തിളപ്പിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇന്നത്തെ ഈ പാചകത്തിൻ്റെ പരിപാടികൾ കുറവായതുകൊണ്ട് തന്നെ ഞാൻ ക്ലീനിങ് പരിപാടിയിലേക്ക് കടന്നാണ് കേട്ടോ. പനിയൊക്കെ പിടിച്ച് ആകെ അവശതയായതുകൊണ്ട് തന്നെയും നമ്മളുടെ നട തുടക്കലും അങ്ങനെയുള്ള പണികൾ ചെയ്തിട്ട് 2 ദിവസമായിട്ട് പെരക്ക അടിച്ച് തുടച്ചിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഞാൻ പറയാറില്ലേ, എല്ലാ ദിവസവും ചെയ്യുമ്പോൾ അത് നീറ്റായിട്ട് കിടക്കും നമുക്കറിയാം. പക്ഷെ നമുക്കൊരു അത് അസുഖങ്ങളോ വല്ലയിടത്തും പോകേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ 2 ദിവസമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. നമ്മളെല്ലാ ദിവസവും ക്ലീൻ ചെയ്തിരുന്നതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. അപ്പം ഞാനങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചിക്കൻ ഞാൻ നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റൂബിക്ക് എല്ലാ ചിക്കനും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ചിക്കൻ മേടിച്ചത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ റൂബിക്ക് വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് ഈ ഫസ്റ്റ് നമ്മൾ ചിക്കൻ കൊണ്ടുവരുന്ന ദിവസം അതിൻ്റെ കരളും എല്ലാം എടുത്തിട്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വേവിക്കുന്ന ദിവസമാണെന്ന്. അത് മിക്കവാറും അവൾ ഒറ്റയ്ക്ക് കഴിക്കാറുണ്ട് കേട്ടോ. കരളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ പോലും കുറച്ച് നേരം നോക്കിയിരുന്നിട്ട് കൊടുക്കണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കൊതി കൊണ്ട് എടുത്ത് കഴിക്കണത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഏതായാലും തുടക്കലങ്ങോട്ട് നടത്തിയേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇനിയും ചെയ്യാൻ പറ്റാതെ ആയിപ്പോയാലോ. നമുക്കൊരു എനർജി നിൽക്കുമ്പോൾ വേഗം ചെയ്യണതാണ് എപ്പോഴും നല്ലത്. ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ വേഗം കൂടി ചെയ്ത് തീർക്കുന്നതാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ഇത് അന്നേ പോട്ടെ, ഇപ്പോൾ തളർന്ന് ഞാൻ എന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ ആ പെൻഡിങ് കിടന്നു വെച്ചാൽ തുടക്കലും അടിക്കലും വേഗം ചെയ്ത് തീർത്ത് അത് കഴിഞ്ഞിട്ടാണ് റൂബിയുടെ ചിക്കൻ കഴുകി കൊണ്ടുവന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചത് കേട്ടോ. അപ്പം നമ്മുടെ പെറ്റ്സിന് എപ്പോഴും ഉപ്പിടാതെ വേണം വേവിക്കാനായിട്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ അവരുടെ ശരീരം ചൊറിഞ്ഞ് അവരുടെ സ്കിന്നിന് കുഴപ്പം വരും. അപ്പോൾ അതുകൊണ്ട് ഉപ്പിടാതെ വേണം വേവിക്കാൻ. നമ്മളുടെ ഫുഡ് ഒരിക്കലും നമ്മുടെ ഡോഗ്സിന് പതിവായിട്ട് കൊടുക്കരുത്. ഒന്നുമില്ലെങ്കിൽ വല്ലപ്പോഴും ചില വീഡിയോകളിൽ ഞാൻ കാണാറുണ്ട്, അവരുടെ ഫുഡ് തന്നെയാണ് അവർ കൊടുക്കുന്നത്. പക്ഷേ അതങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതെപ്പോഴും മനസ്സിലാക്കിയിട്ട് വേണം ഇവർക്ക്. പുറത്തെ ഡോഗ്സിനാണെങ്കിൽ പോലും ഇവിടെ റൂബിയുടെ വേസ്റ്റ്, അതായത് അവളുടെ ആ ഒരു വേവിച്ച ചിക്കൻ്റെ ബാക്കിയുള്ളതും അതിൻ്റെ ചാറും അങ്ങനെയൊക്കെ കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഒന്നുമില്ലാതെ ആയി പോയാൽ മാത്രം ഞങ്ങളുടെ ഫുഡ് ചേർത്തിട്ട് കൊടുക്കും കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്. കാരണം അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പാവങ്ങൾ ആരും നോക്കാനില്ല, ഈ ചൊറിഞ്ഞും പിടിച്ചും ഒക്കെ കഷ്ടപ്പെട്ട് നടക്കണ്ടേ എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് എപ്പോഴും ഉണ്ടാവുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇൻഡസ് വാലിയുടെ പാത്രം വന്നത്. അപ്പോൾ അവർ പാത്രം വരാൻ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യണം എന്ന് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പിറ്റേന്ന് തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് വീഡിയോ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. കാരണം എനിക്ക് രാവിലെ വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോ കയറ്റാനായിട്ടുള്ള ആ ഒരു സമയം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ ഇന്ന് എനിക്ക് ഇടാൻ പറ്റാതെ വരും. കാരണം ഇത് നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം എല്ലാം ചെയ്ത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്ത് അവരത് കണ്ട് അപ്രൂവൽ ആയതിനു ശേഷം മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രോസസ്സ് ഉള്ളതുകൊണ്ട് തന്നെയും ഞാൻ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. ഇവരിങ്ങനെ നിർബന്ധം പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ വീഡിയോ ഇടേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഏതായാലും പപ്പയ്ക്ക് വേണ്ടിയിട്ട്
മുട്ട ഒന്ന് തിളപ്പിച്ചതാണ് കേട്ടോ. മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ്. സവാള വഴറ്റിയിട്ട് അതിനകത്തേക്ക് അത് ഇട്ടിട്ട് ഇത്തിരി വിനാഗിരിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വിനാഗിരി എടുത്തപ്പോൾ കൂടിപ്പോയി, പക്ഷേ അതിൻ്റെ ആ ഒരു തുള്ളി മാത്രം ഞാൻ ഇട്ട് ബാക്കി ആ കുപ്പിയുടെ അകത്തേക്ക് തന്നെ അങ്ങോട്ട് തിരിച്ചൊഴിച്ചിട്ടോ. അതാണ് ആ കണ്ടത്. എന്നിട്ട് അത് 2 മുട്ടയും കൂടി തിളപ്പിച്ച് പിന്നെ പപ്പക്ക് വേറെ ചെറിയ തലേദിവസത്തെ കറികളൊക്കെ ഉണ്ടാകുന്നതൊക്കെ കൂട്ടിയിട്ട് കൊടുത്തു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് കറികളൊക്കെ വളരെ കുറവാണ്. ഉപ്പ് മീൻ, പിന്നെ മീൻ കറി, അങ്ങനെ അതിൻ്റെയൊക്കെ ഇതൊക്കെയാണ് കുറച്ചായിട്ട് ബാക്കിയുള്ള. മീൻ വറുത്തതുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ. പിന്നെ അതേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ ബ്രെഡും ബട്ടറും കൂടി പപ്പക്ക് എടുത്ത് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചായ ഇട്ടിട്ടുണ്ട്. റിച്ചാർഡ് വരാൻ നേരമായി. അപ്പോൾ റിച്ചാർഡ് വന്നപ്പോഴത്തേക്കും ഞാൻ ചിങ്ങമ്പഴവും ചായയും കൂടിയാണ് കൊടുത്തിട്ട് അവൻ കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. നാളെ വീണ്ടും കാണാം.